നമസ്കാരം. സഞ്ജു സാംസൺ, സഞ്ജുവിൻ്റെ കളിയെയോ അദ്ദേഹം നമുക്കുണ്ടാക്കിയ നേട്ടത്തെയോ കളിയിലെ അദ്ദേഹത്തിൻ്റെ കളി ശൈലിയെക്കുറിച്ചോ ഒന്നും വിലയിരുത്താനുള്ളൊരു വീഡിയോ അല്ല. നമുക്ക് ആരാണ് സഞ്ജു സാംസൺ എന്ന ചിന്ത വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആരാണ് സഞ്ജു സാംസൺ എന്നതിനപ്പുറം എന്നെ ചിന്തിപ്പിച്ചത് എന്താണ് നമുക്ക് സഞ്ജു സാംസൺ എന്നതാണ്. ഈ വീഡിയോയിൽ ആ ആലോചന പങ്കുവെക്കാം എന്ന് വിചാരിച്ച് മാത്രം വന്നതാണ്. പണ്ടൊരിക്കൽ ഒരു ദശകത്തിന് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ഒരു സ്വപ്നം എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച, ചിലപ്പോൾ വെറും ഒരു സ്വപ്നമായിരിക്കാം എന്ന് വരെ അന്ന് നമ്മൾ ആലോചിച്ചിരിക്കാനിടയുള്ള ഒരു വർത്തമാനമാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. കൈരളി ടി വിയിൽ ജോൺ ബ്രിട്ടാസ് അവതരിപ്പിച്ച JB ജംഗ്ഷൻ എന്ന പരിപാടിയിൽ സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിൽ നിന്ന് തുടങ്ങാം ഈ വീഡിയോ. അതിങ്ങനെയായിരുന്നു. ഇന്നേക്ക് 10 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട് നിന്നെക്കുറിച്ച്. നീ എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം. അച്ഛനിങ്ങനെ എന്താ പറയാ, വികാരം കൊണ്ട് വീർപ്പുമുട്ടാണ്. സുരക്ഷിതമായിരിക്കുമോ ചാരു? സഞ്ജു ചാരുവിന്റെ കൈകളിൽ അച്ഛന്റെ ചോദ്യമാണത്. തീർച്ചയായും. അടുത്തൊരു 10 വർഷ ശേഷം സഞ്ജു എവിടെയാണ് സഞ്ജുവിനെ കാണുന്നത്? ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ത്യൻ ടീമിൽ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത്, മികച്ച ഒരു കളിക്കാരനായി. അന്ന് അദ്ദേഹം സ്വപ്നം കണ്ട ആ കാര്യം ഇന്ന് നേടിയെടുത്തിരിക്കുന്നു. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വലിയൊരു സ്വപ്നം കാണുക, ആ സ്വപ്നത്തിലേക്ക് അടുക്കുക. നമ്മളൊക്കെ വലിയ സ്വപ്നങ്ങൾ കാണാറുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. വളരെ ചെറിയ സ്വപ്നങ്ങൾ കാണുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് രണ്ടാമത്തെ കാര്യം. എന്നാൽ വലിയ സ്വപ്നം കാണുക, വലിയ സ്വപ്നത്തിന് അനുസരിച്ച് നിരന്തര പ്രയത്നത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക, ഇത് രണ്ടും അസാധാരണമായി മാത്രം കാണുന്നതാണ്. ഇതിനോട് പെട്ടെന്ന് ചേർത്ത് വെക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റുന്നത് പൃഥ്വിരാജ് ജോണി ലൂക്കോസുമായി നടത്തിയ ഒരു അഭിമുഖത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കാം. ജോണി ലൂക്കോസിനോട് അദ്ദേഹം 20 വർഷം കഴിഞ്ഞ് താൻ എന്തായിരിക്കുമെന്ന് പറയുകയും അതിനുശേഷം അദ്ദേഹം അതുപോലെ എത്തിപ്പെടുകയും ചെയ്തൊരു സാഹചര്യം കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതിനും അപ്പുറത്താണ്. ഒരുപക്ഷെ സിനിമയിലൊക്കെ നമുക്ക് അതിൻ്റെ സാധ്യത നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതും എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. പക്ഷേ ക്രിക്കറ്റിൽ ഒരുപക്ഷെ മഹാപ്രതിഭകൾക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ് സഞ്ജു സ്വന്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സഞ്ജു തിരയടിക്കുന്ന ശാന്തത എന്ന ഉണ്ണിയാറിൻ്റെ ഒരു ലേഖനം ഇന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റ് പേജിലുണ്ട്. അതും എന്നെ വല്ലാതെ ഉള്ളു തൊട്ട ഒരു ലേഖനമാണ്. ആ ലേഖനം കൂടി നമുക്ക് നോക്കാം. ഉണ്ണിയാർ എഴുതുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ ഇംഗ്ലണ്ട് കളിയിൽ ലോങ് ഓഫിൽ നിന്ന് ഹർദിക് പാണ്ഡ്യ ബാറ്റിംഗ് എൻഡിലേക്ക് എറിഞ്ഞ പന്ത് അല്പദൂരം മാറി വീഴുന്നു. കുത്തിയുയർന്ന പന്ത് കൈക്കലാക്കുന്ന സഞ്ജു ക്രീസിനടുത്തേക്ക് ഓടിയെടുക്കുന്ന ജേക്കബ് ബമേലിനെ നിർണായകമായ തീരുമാനത്തിന് നിമിഷങ്ങൾ മാത്രം. പന്ത് കൈക്കലാക്കിയ സഞ്ജു ബമേലിനെ റണ്ണൌട്ടാക്കാനായി എറിയും എന്ന് കരുതിയിരുന്നവരെ അമ്പരപ്പിച്ചുകൊണ്ട് അതിവേഗത്തിൽ കുതിച്ച് സ്റ്റംപ് ചെയ്യുന്നു. ഈ സന്ദർഭം ഒരിക്കൽ കൂടി കണ്ടു നോക്കിയാൽ ഒരു കണ്ണുകൊണ്ട് ബമേലിൻ്റെ വേഗവും ക്രീസുമായുള്ള അകലവും അളക്കുന്ന സഞ്ജുവിനെ കാണാം. അതേസമയം ആധി പിടിക്കാതെ ആ നിമിഷത്തെ പരിപാകതയോടെ വിശകലനം ചെയ്യുന്ന ധ്യാനബദ്ധമായ മനസ്സും വ്യക്തമാകും. സഞ്ജുവിനെ പലതവണ അടുത്ത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ മകൻ ക്രിക്കറ്റ് പഠിക്കാൻ പോയിരുന്നിടത്ത് ഇടയ്ക്ക് നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുമായിരുന്നു. അദ്ദേഹത്തോട് എക്കാലത്തും തോന്നിയിട്ടുള്ള ആദരം കൊണ്ടും ആ സ്വകാര്യതയെ മുറിച്ചു കടക്കാൻ മടിയുള്ളത് കൊണ്ടും പരിചയപ്പെട്ടിട്ടില്ല. എല്ലാവരോടും ചിരിച്ച് സ്നേഹത്തോടെ വർത്തമാനം പറഞ്ഞ് നെറ്റ്സിൽ 1-2 മണിക്കൂർ അച്ചടക്കത്തോടെ പ്രാക്ടീസ് ചെയ്യുന്ന സഞ്ജുവിൽ ജന്മഗുണമായ ശാന്തത ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഒരാൾ ശാന്തനായിരിക്കുമ്പോഴും അകം സമുദ്രം പോലെ ആർത്തലച്ചുണ്ടാകുന്ന പരിക്കുകൾ എത്ര എന്ന് പറയാനാവില്ലല്ലോ. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് പുരസ്കാരം വാങ്ങിയ ശേഷമാണ് എന്ന് തോന്നുന്നു സഞ്ജു പറയുന്നുണ്ട്, സ്വപ്നങ്ങളെല്ലാം അവസാനിച്ച് തകർന്ന് തരിപ്പണമായി പോയി എന്ന് തോന്നിയ അവസ്ഥകളിലൂടെയാണ് കടന്നുപോയത് എന്ന്. ഒരാൾ അയാളുടെ സ്വപ്നത്തെ തിരിച്ചു പിടിക്കാൻ എന്തു ചെയ്യണം എന്നുള്ളതിന് ഈ വിജയത്തോളം മികച്ച ഉദാഹരണമില്ല. മകനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിപ്പിക്കണമെന്ന ഒറ്റ ആഗ്രഹത്തിലാണ് ഡൽഹി പോലീസിലെ ജോലി ഉപേക്ഷിച്ച് 11-12 വയസ്സുള്ള 2 ആൺകുട്ടികളുമായി വിഴിഞ്ഞത്തേക്ക് സാംസൺ എന്ന മനുഷ്യൻ തിരിച്ചു വരുന്നത്. ഏതൊരാൾക്കും എന്തൊരു വിഡ്ഢിത്തം എന്ന് വിളിക്കാൻ പാകത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു സാംസണിൻ്റേത്. സഞ്ജുവിൻ്റെ കൂടെ കുട്ടിക്കാലത്ത് കളിച്ചവർ പറഞ്ഞിട്ടുണ്ട്, അവൻ ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നതല്ല, ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരനാവുക എന്നതായിരുന്നു ആഗ്രഹം എന്ന്. സ്വപ്നത്തെ തൊടാൻ 1000 വഴികൾ ഇനി മോട്ടിവേഷണൽ സുവിശേഷകരാൽ സമൃദ്ധമാണ്. വെള്ളത്തിൽ എഴുതിയതുപോലെ എന്ന് വിളിക്കാവുന്ന അത്ര അടുപ്പമുള്ള മാനസിക ശാരീരികോദ്ധാരണ പ്രവൃത്തികൾക്ക് പുറത്താണ് ഇന്ത്യയിൽ കായിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഓരോ വ്യക്തിയും. പുറത്തുനിന്ന് നോക്കുമ്പോൾ പണവും പ്രശസ്തിയും ഉണ്ടാവാം.
എന്നാൽ ഇന്ത്യയിലെ കായിക മേഖല അധോലോകങ്ങളെക്കാൾ ഭയപ്പെടുത്തുന്ന ഗൂഢ സംഘങ്ങളുടെ കയ്യിലാണ്. എന്തുകൊണ്ട് ഇത്ര നാൾ സഞ്ജു ഒഴിവാക്കപ്പെട്ടു എന്നുള്ള ചോദ്യം എത്തിപ്പെടുക ഈ യാഥാർത്ഥ്യത്തിലേക്കാവും. രാജസ്ഥാൻ റോയൽസ് പോലുള്ള ഒരു ക്ലബിന്റെ അത്ഭുതപൂർവമായ വളർച്ചയിൽ സഞ്ജു എന്ന ക്യാപ്റ്റന്റെ പങ്ക് വളരെ വലുതാണ്. ധോണിയോളം മിടുക്കനായ കീപ്പറുമാണ് സഞ്ജു. ഫിൻ അലൻ അക്സർ പട്ടേലിനെ നേരിടാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് സഞ്ജു അക്സറിനോട് പറഞ്ഞു, ഫിൻ ബാക്ക് ഫുട്ടിൽ നിന്ന് മിഡ് വിക്കറ്റിലേക്ക് അടിക്കാനാണ് നോക്കുന്നത്. അകത്തേക്ക് ആംഗിൾ ചെയ്ത് ക്രാപ്പ് ചെയ്തെറിഞ്ഞാൽ ലോങ് ഓണിൽ ക്യാച്ച് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന്. അക്സർ അങ്ങനെ എറിഞ്ഞു. ഫിൻ അലൻ ക്യാച്ച് കൊടുത്തു. അതുപോലെ വരുണിനോട് സമയമെടുത്ത് ലെങ്തിലെറിയൂ എന്ന് തമിഴിൽ പറഞ്ഞത് കേട്ട് വരുൺ എറിഞ്ഞ ഗൂഗിളിയിൽ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ഔട്ടാകുന്നു. അതുപോലെ അഭിഷേക് ശർമ്മ അടുപ്പിച്ച് ഡോട്ട് ബോൾ ആകുന്നത് കണ്ടിട്ട് ഇനി വരുന്ന ബോളുകൾ തോന്നിയ മട്ടിൽ അടിക്കുമോ എന്ന് സംശയിച്ചിട്ട് സഞ്ജു അടുത്തേക്ക് നടന്നു വന്ന് അഭിഷേകിനോട് പറയുന്നത് നല്ല റൺ റേറ്റ് ഉണ്ട്, പവർ പ്ലേയിൽ ഇനി ഒരു ഓവർ കൂടിയുണ്ട് എന്നാണ്. മുൻ കളികളിൽ അഭിഷേക് ആവർത്തിച്ച അബദ്ധം ഉണ്ടാവാതിരിക്കാനാണ് സഞ്ജു അങ്ങനെ പറഞ്ഞത്. പവർ പ്ലേയിൽ അവസാന ഓവറിൽ അതുകൊണ്ട് തന്നെ അഭിഷേകിന് നന്നായി സ്കോർ ചെയ്യാനും ആയി. ഇവിടെയാണ് സഞ്ജു എന്ന കളിക്കാരൻ പഴയതിലും ഏറെ പരിപാകം വന്നു എന്ന് മനസ്സിലാകുന്നത്. അന്ധക്കരണ ശുദ്ധി എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടത് എന്ന് തെളിഞ്ഞു കിട്ടുന്ന അപൂർവ അവസരമായാണ് സഞ്ജുവിൻ്റെ കളികളെ ഞാൻ വിലയിരുത്തുന്നത്. അനാവശ്യമായതെല്ലാം ഒഴിവാക്കി ആവശ്യമായതിലേക്ക് മാത്രം ശ്രദ്ധ കൂർപ്പിക്കുന്ന സാധനാക്രമത്തിലൂടെ മാത്രമേ ഒരുവൻ അയാളുടെ ലക്ഷ്യത്തെ പ്രാപിക്കാനാവൂ. അതുകൊണ്ടാണ് അമിതാഹ്ലാദമില്ലാതെ സഞ്ജുവിനെ കാണാൻ കഴിയുന്നത്. ഭയപ്പെടുത്തും വിധമുള്ള ആ ശാന്തതയിലേക്ക് കൂടിയാണ് സഞ്ജു ഈ കാലം കൊണ്ട് കടന്നു കയറിയത്. കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിൽ സാലി സാംസൺ ക്യാപ്റ്റനായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ പ്രശംസനീയമായ ഏക കളിക്കാരൻ സഞ്ജുവായിരുന്നു. ബാക്കിയുള്ളവരിൽ ഏറെയും പുതുമുഖക്കാരനായിരുന്നു. ഫൈനൽ കാര്യവട്ടത്തായിരുന്നു. സഞ്ജു ഫൈനലിൽ കളിച്ചിരുന്നു. ബ്ലൂ ടൈഗേഴ്സ് ജയിച്ചു. അന്നത്തെ കളി കണ്ട ഞാൻ സാലിയുടെ അസാമാന്യമായ ക്യാപ്റ്റൻസിയിൽ അത്ഭുതപ്പെട്ടു പോയി. മുൻ രഞ്ജി കളിക്കാരനും കഴിഞ്ഞ വർഷം ഇഞ്ചുറിയായി കളിക്കാൻ കഴിയാതെയും മോശപ്പെട്ട ഫോമിലൂടെ കടന്നു പോവുകയും ചെയ്ത ആലപ്പുഴക്കാരൻ വിനൂപ് ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി നന്നായി സ്കോർ ചെയ്തു. വിനൂപിനോട് ഞാൻ സഞ്ജുവിനോടൊത്ത് കളിക്കുമ്പോഴുള്ള അനുഭവം ചോദിച്ചു. ഇന്ത്യൻ പ്ലെയർ എന്ന അഹങ്കാരമില്ലാതെ ഓരോ കളിക്കാരനെയും പ്രോത്സാഹിപ്പിച്ച് ആത്മവിശ്വാസം തന്നാണ് സഞ്ജു കൂടെ നിർത്തുന്നത് എന്ന് പറഞ്ഞു. ക്രിക്കറ്റ് മാത്രം ശ്വസിക്കുന്ന, വസ്ത്രധാരണത്തിൽ ശ്രദ്ധയില്ലാത്ത എൻ്റെ മകളുടെ കോച്ച് കാർത്തിക് ഒരിക്കൽ ഗംഭീരൻ ഒരു ഷൂ ഇട്ടുകൊണ്ട് വരുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, എന്ത് ഭാവിച്ചാണിത് എന്ന്. ചെറിയ ചമ്മലോടെ കാർത്തിക് പറഞ്ഞു, സഞ്ജു ഭായ് തന്നതാ. ഞാനപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ സഞ്ജു ഭായിയോട് സൈൻ ചെയ്ത ടീഷർട്ട് ഒരെണ്ണം വാങ്ങിത്തരുമോ? കാർത്തിക് തലയാട്ടിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആ സമയം സഞ്ജു സാംസനെ ഇന്ത്യൻ ക്രിക്കറ്റും വിമർശകരും പുറത്തു നിർത്തിയിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ ഒരു കാലം ഉണ്ടാവില്ല എന്നാണ് ഉണ്ണിയാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഏത് പരാജയത്തിലും തിരിച്ചടിയിലും പതറാതെ പോരാടുക എന്ന് മോട്ടിവേഷണൽ ക്ലാസ്സുകളിലെ ഉപദേശകർ നിരന്തരം ആവേശപ്പെടുത്തുന്ന വാചകങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കാറുണ്ട്. എന്നാൽ അനുഭവസ്ഥരുടെ ജീവിതം കണ്ടാൽ പോലും നമുക്ക് അപ്പോഴുള്ള ആവേശത്തിനപ്പുറത്തേക്ക് ഇതൊക്കെ നടക്കുമോ എന്ന ആശങ്കയാണ് ഉള്ളിൽ ഉണ്ടാവുക. ലക്ഷ്യം എന്താണ് എന്നത് തിരിച്ചറിയുകയും അതിനായി നിരന്തരം ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് മികച്ച പ്രതിഭകളുടെ നേട്ടങ്ങളുടെ പിന്നിലെ ഒരു പ്രധാന കരുത്ത്. അതിന് പിൻബലമായി കൂടെ ഒരു കരുത്തായി ഒരാളുണ്ടെങ്കിൽ പറയുകയേ വേണ്ട. തുടക്കത്തിൽ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട അഭിമുഖത്തിൽ സഞ്ജു അച്ഛനെക്കുറിച്ച് പറയുന്നത് കൂടി കേൾക്കുക. 5-ാം വയസ്സിൽ എനിക്ക് ബോൾ എറിഞ്ഞ് തുടങ്ങിയ അച്ഛനാണ്. 4-ാം വയസ്സിൽ അച്ഛനാണ് ഞങ്ങളെ കളി പഠിപ്പിച്ച് തുടങ്ങിയത്. പിന്നെ ചെറിയ ഒരു വീട്ടിൽ ഞങ്ങളിവിടെ സ്റ്റമ്പൊക്കെ വരച്ച് പേനയൊക്കെ വരച്ച് അച്ഛനാണ് ബോൾ ഇട്ട് തന്നിരുന്നത്. അവിടെയാണ് ഞാൻ എൻ്റെ കളിയൊക്കെ, അങ്ങനെയാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ദിവസം രാവിലെ ഉറങ്ങേണ്ട സമയമാണ്. ബാക്കി എല്ലാവരും ഉറങ്ങും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അച്ഛൻ ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിലും ആ കോളനിയിലുള്ള എല്ലാ പിള്ളേരെയും വിളിച്ച് ഒരു ടീമൊക്കെ ഉണ്ടാക്കി. അച്ഛൻ്റെ ഫുട്ബോൾ ടീമുണ്ട്. അപ്പോൾ അതിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞങ്ങളെ ബോൾ എറിയിപ്പിച്ച്. ഞാൻ 7-8 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 22 വയസ്സുള്ള ആൾക്കാരൊക്കെ ബോൾ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോർമൽ വിക്കറ്റും കൂടെ അല്ല. അച്ഛൻ പറയും പകുതി നോടി വന്ന് എറിയാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്ത് ആ രീതിയിലൊക്കെ ഒരു സ്വപ്നം കണ്ടതാണ്. അപ്പോൾ ഇനിയും ഞാൻ നല്ല വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ആ സ്വപ്നം എത്തണം. എനിക്ക് നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ ഞാൻ ഓരോ മാച്ച് ഔട്ടാകുമ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് എന്താ പറയേണ്ടതെന്ന് ഒരു 10 മിനിറ്റ് ആലോചിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാറില്ല. ചിലപ്പോഴൊക്കെ ഫോണൊക്കെ ഓഫ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങും. അത്രയ്ക്കും കണക്റ്റഡ്, അല്ലെങ്കിൽ അത്രയ്ക്കും അച്ഛന് വേണ്ടി കളിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. അതാണ് എന്നെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. ഇനി അതാണ് എന്നെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അത്ഭുതപ്പെടുത്തുന്ന നേട്ടം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലെ കഠിനാധ്വാനത്തെക്കുറിച്ച് നേരത്തെ ഉണ്ണിയാർ പറഞ്ഞതുപോലെ ഉള്ളിൽ അലയടിക്കുന്ന, ഭീതിയുണ്ടാക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു കടൽ ഉണ്ട്. അതിൻ്റെ പുറത്തെ ശാന്തതയ്ക്കപ്പുറത്ത് അത് ആ കളിക്കാരനെ, ആ പ്രതിഭയെ മുന്നോട്ട് നയിക്കുന്ന ഒരു കടലാണ്. ഇപ്പോഴിതാ അയാൾ നമുക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു. ലക്ഷ്യബോധവും നിരന്തര പ്രയത്നവും നമ്മളെ വിജയത്തിലെത്തിക്കും എന്ന് അയാൾ വിളിച്ചു പറയുകയാണ്.
പ്രയത്നങ്ങളുടെ, ലക്ഷ്യബോധത്തിൻ്റെ, നേട്ടത്തിൻ്റെ ഒക്കെ പേരായി സഞ്ജു സാംസൺ മാറുകയാണ്. അയാൾ നമ്മുടെ അഭിമാനം ഇനിയും വാനോളം ഉയർത്തും എന്നുറപ്പുമാണ്. നന്ദി, നമസ്കാരം.